ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങളെ സ്നേഹിക്കുന്നു. അഡീഫിന് കത്തെഴുതിവെച്ച് ലെബനനിലെ കുടുംബം. ലബനനിൽ ഇസ്രായേൽ പ്രതിരോധ സേനയും ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് ക്രൈസ്തവരുടെ വേദനകളും ആശങ്കകളും പുറം ലോകത്ത് ആരും അറിയാറില്ല. തെക്കൻ ലെബനനിലെ പ്രദേശങ്ങൾ അഡിയഫ് പിടിച്ചെടുത്ത് തീവ്രവാദികളെ തുരത്തുകയാണ്. അവിടത്തെ ഗ്രാമങ്ങളിലൊന്നിലെ ഒരു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച അഡീഫ് കണ്ടു. 9260 മദ് റിസർവ് ബറ്റാലിയനിലെ പട്ടാളക്കാർ അവിടെ അക്രമസാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പു ലഭിച്ചതിനെ തുടർന്ന് പ്രദേശം ഒഴിപ്പിച്ചു. പ്രാദേശിക ക്രിസ്ത്യൻ നിവാസികൾ അവർക്കുവേണ്ടി തയ്യാറാക്കി വെച്ച ഒരു സ്വകാര്യ കത്ത് കണ്ടെത്തി. ഇസ്രായേലി പത്രപ്രവർത്തകൻ യോനാഥാൻ ഗോഡ്ലിസ് ഓൺലൈനിൽ പങ്കിട്ട ഇംഗ്ലീഷിൽ കൈകൊണ്ട് എഴുതി ഈ കത്ത് തെക്കൻ ലെബനനിലെ സാധാരണക്കാരുടെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ച വെളിപ്പെടുത്തുന്നു. ഹലോ പ്രിയരെ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. മഞ്ഞയിൽ നിന്ന് ഒഴിഞ്ഞ ലെബനോൻ ഞങ്ങൾ നന്ദി പറയുന്നു. മഞ്ഞ ലെബനനിലെ പതാകയും തലപ്പാവിനെയും ഉദ്ദേശിക്കുന്നു. ഭീകരരുടെ താവളങ്ങളും ആയുധപ്പുരകളും തകർക്കാൻ നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർക്കേണ്ടി വരുന്നു. ദയവായി ഞങ്ങളുടെ വീടുകൾ സംരക്ഷിക്കുക, കാരണം പുതുക്കി പണിയാൻ ഞങ്ങളെ ആരും സഹായിക്കുകയില്ല. ഞങ്ങൾക്ക് പണമില്ല, കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് സുരക്ഷിതമായി പോകണം. ദയവായി തിരികെ വിടൂ. നന്ദി. ലെബനന്റെ ജനസംഖ്യയിൽ 40% വരെ ക്രൈസ്തവരാണ്. 9260 മദ് റിസർവ് ബറ്റാലിയനിലെ പട്ടാളക്കാർ അവിടെ അക്രമസാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പു ലഭിച്ചതിനെ തുടർന്ന് പ്രദേശം ഒഴിപ്പിച്ചു. പ്രാദേശിക ക്രിസ്ത്യൻ നിവാസികൾ അവർക്കുവേണ്ടി തയ്യാറാക്കി വെച്ച ഒരു സ്വകാര്യ കത്ത് കണ്ടെത്തി. ഇസ്രായേലി പത്രപ്രവർത്തകൻ യോനാഥാൻ ഗോഡ്ലിസ് ഓൺലൈനിൽ പങ്കിട്ട ഇംഗ്ലീഷിൽ കൈകൊണ്ട് എഴുതി ഈ കത്ത് തെക്കൻ ലെബനനിലെ സാധാരണക്കാരുടെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ച വെളിപ്പെടുത്തുന്നു. ഹലോ പ്രിയരെ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. മഞ്ഞയിൽ നിന്ന് ഒഴിഞ്ഞ ലെബനോൻ ഞങ്ങൾ നന്ദി പറയുന്നു. മഞ്ഞ ലെബനനിലെ പതാകയും തലപ്പാവിനെയും ഉദ്ദേശിക്കുന്നു. ഭീകരരുടെ താവളങ്ങളും ആയുധപ്പുരകളും തകർക്കാൻ നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർക്കേണ്ടി വരുന്നു. ദയവായി ഞങ്ങളുടെ വീടുകൾ സംരക്ഷിക്കുക, കാരണം പുതുക്കി പണിയാൻ ഞങ്ങളെ ആരും സഹായിക്കുകയില്ല. ഞങ്ങൾക്ക് പണമില്ല, കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് സുരക്ഷിതമായി പോകണം. ദയവായി തിരികെ വിടൂ. നന്ദി. ലെബനന്റെ ജനസംഖ്യയിൽ 40% വരെ ക്രൈസ്തവരാണ്.